എറണാകുളത്ത് പള്ളിയിൽ തമ്മിൽ തല്ലി വൈദികർ. പിറമാടം സെന്റ് ജോൺസ് ബത്ലഹേം ഓർത്തഡോക്സ് പള്ളിയിലാണ് സംഭവം. ആരാധനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വൈദികനെ കയ്യേറ്റം ചെയ്തു. അത് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അച്ഛാ സമാധാനമായിട്ട് കേസ് തീർന്നല്ലേ, ഇനിയിപ്പോ എന്നത്തിനാ ജാമ്യം കിട്ടൂല. പ്രൊട്ടക്ഷൻ അതിനാ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലേ ഇത് അല്ല. രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഒരു ആരാധനാലയമാണ്, ഒരു അൾത്താരയാണ്. അവിടെയാണ് ഒന്ന് വൈദികനെ കയ്യേറ്റം ചെയ്യുന്നു, തിരിച്ച് വൈദികനെയും കയ്യേറ്റം ചെയ്യുന്നു. ആകെ മൊത്തം പ്രശ്നമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്ത്, നാളുകളായിട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷവും അതോടൊപ്പം തന്നെ വലിയ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് വീണ്ടും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിറമാടം സെന്റ് ജോൺസ് ബത്ലഹേം ഓർത്തഡോക്സ് പള്ളിയിലാണ് വൈദികർ തമ്മിൽ കയ്യാങ്കളിയും സംഘർഷവും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഓർത്തഡോക്സ് വിഭാഗം വൈദികർ കുർബാനയ്ക്കും മറ്റ് ആരാധനകൾക്കും വേണ്ടിയിട്ട് ഈ പള്ളിയിലേക്ക് എത്തി. ആ സമയത്താണ് യാക്കോബായ വിഭാഗത്തിന്റെ വൈദികർ തടയുകയും ഇവിടെ കുർബാന നടത്താൻ സമ്മതിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ചില കോടതിയുടെ ഉത്തരവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. യാതൊരുവിധ ഭാഗമായിട്ടായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം വൈദികർ പള്ളിയിലേക്ക് എത്തിയത്. പക്ഷേ നേരത്തെ തന്നെ യാക്കോബായ വിഭാഗം വൈദികർ അവിടെ തടിച്ചുകൂടിയിരുന്നു, വിശ്വാസികളും തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓർത്തഡോക്സ് വിഭാഗം വൈദികരെ അകത്തേക്ക് കയറ്റില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു യാക്കോബായ വിഭാഗത്തിൽ നിന്നുണ്ടായത്. അങ്ങനെയാണ് തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റവും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും. എന്തായാലും നിലവിൽ ക്രമസമാധാന നില ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ വലിയ രീതിയിൽ വിന്യാസം നടത്തിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ട് കൃത്യമായിട്ട് പോലീസിനെ വിന്യസിക്കണം എന്നുള്ളത്. എന്തായാലും 2 വണ്ടി പോലീസാണ് ഇപ്പോൾ സ്ഥലത്ത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായിട്ടാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും നിലവിൽ സംഘർഷം അയഞ്ഞിട്ടുണ്ട്. പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. നേരത്തെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു. അതായത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സഭയിലെ അംഗത്തെ സംസ്കരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് യാക്കോബായ വിഭാഗം രംഗത്ത് വരികയും ഒടുവിൽ ഓർത്തഡോക്സ് വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയുമായിരുന്നു. പ്രജിത്ത്. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.